യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അർഹതനാണ്. ഒരു ചെറിയ ചലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപയുടെ ചലഞ്ചാണ്. 1 മണിക്കൂർ സമയം ഉണ്ടാവും. ഇതിന് എത്ര വേണമെങ്കിലും എടുക്കുക, എങ്ങനെയാണ് ചിലവാക്കാം. പേജ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒറ്റ കണ്ടീഷൻ മാത്രം നമ്മളെ പേജോ ചാനലോ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെയ്തിട്ടുണ്ടാവില്ല ഒന്ന് ജസ്റ്റ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉണ്ട് പേജ്, ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. കുറവാണ്, ചെക്ക് ചെയ്ത് നോക്കണോ? ഓക്കെ, എന്നാലും ശരി, എന്തായാലും ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് കാണാം. പുഞ്ചിരി ഡ്യൂഡ് ഓക്കെ, പുഞ്ചിരി ഡ്യൂഡ് ഓക്കെ. ശരി, താങ്ക് യു. ഇതൊരു ചെറിയ ചലഞ്ച് കൂടി ഉണ്ട്. 1 ലക്ഷം രൂപയുടെ ചലഞ്ചാണ്. 1 മണിക്കൂർ സമയമുണ്ട്. ഇതിന് എത്ര മണി എടുക്കുക, എങ്ങനെയാണ് ചിലവാക്കാം, അതാണ് ചലഞ്ച്. പാർട്ടിസിപ്പേറ്റ് ഒറ്റ കണ്ടീഷൻ മാത്രം നമ്മളെ പേജോ ചാനലോ ഏതോ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോ? പേജിന്റെ പേര് പുഞ്ചിരി ഡ്യൂഡ് എന്നാണ്, ചാനലിലെ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പുഞ്ചിരി ഡ്യൂഡ്. പുഞ്ചിരി ഡ്യൂഡ് DUDE. അക്കൗണ്ടിൽ നോക്കി നോക്ക്. ചെയ്തിട്ടില്ല. പുഞ്ചിരി ഡ്യൂഡ്. അതന്നെ, അതാണ് അക്കൗണ്ട്. അതന്നെ. ചെയ്ത് വെച്ചിട്ടില്ലല്ലേ? എന്തായാലും ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ടൈം എന്തായാലും ഇതുപോലെ പല ചലഞ്ചായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എവിടെ വെച്ച് ഇതുപോലെ നമുക്ക് പല ചലഞ്ചായിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു. അതെ, ഒരു ചലഞ്ചിന് റെഡിയാണോ? 1 ലക്ഷം രൂപയുടെ ചലഞ്ചാണ്. 1 മണിക്കൂർ സമയം ഉണ്ടാവും. ഇതിന് എത്ര മണി എടുക്കുക, എങ്ങനെയാണ് ചിലവാക്കാം. ഓക്കെ, ഇത് ചാലഞ്ചിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ കണ്ടീഷൻ മാത്രം നമ്മളെ പേജോ ചാനലോ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക്. പുഞ്ചിരി ഡ്യൂഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ഇൻസ്റ്റയിൽ പേജും ഉണ്ട്, യൂട്യൂബിൽ ചാനലും ഉണ്ട്. അതെ, ചെയ്തിട്ടില്ല അല്ലേ? എന്തായാലും ചെയ്ത് വെച്ചോളൂ. എന്തായാലും ഇനി യൂട്യൂബിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക്. ഗൈസ്, അപ്പോൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അർഹതനാണ്. ഇത് ചെയ്യാൻ റെഡിയാണല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ സമയമാണുള്ളത്. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ 1 ലക്ഷം രൂപ ഉണ്ട്. ഇതിനകത്ത് എത്ര വേണമെങ്കിലും എടുക്കുക, എങ്ങനെയാണ് ചിലവാക്കുക, അത് നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ ചലഞ്ചിന് റെഡിയാണോ? ശരി, അപ്പോൾ ഇത് പിടിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ ടൈം നമുക്കിപ്പോൾ നോക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ സമയമുള്ളത് 12:33. അപ്പോൾ ഇനി നിങ്ങൾക്ക് 1:33 വരെ സമയമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ ശരി, സ്റ്റാർട്ട് ചെയ്തോളൂ. ആദ്യം തന്നെ ആള് റോഡ് മുറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എവിടേക്കാണ് എന്നുള്ളൊരു ധാരണയില്ല. ആള് നേരെ അടപ്പാൾ പാലത്തിൻ്റെ അടിയിലൂടെ ആള് പോവാണ്. എങ്ങോട്ടാണെന്നുള്ളൊരു ധാരണയില്ല. ആള് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. 1 മണിക്കൂർ സമയമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആൾക്ക് വലിയ ധൃതിയോ കാര്യങ്ങളൊന്നും ഇല്ല. ആള് മെല്ലാണ് നടന്നു പോണത്. എങ്ങോട്ടാണ് ഗൈസ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് മാളാണ് തോന്നുന്നു. പർച്ചേസിങ്ങിൻ്റെ അവിടെ ആയിട്ട് കടകളൊക്കെ കാണുന്നുണ്ട്. ചോയ്സ് വെഡ്ഡിങ് കട. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അവിടെ ആയിട്ടൊരു ATM മെഷീൻ കാണുന്നുണ്ട്, ICC ബാങ്കിൻ്റെ. അപ്പോൾ അങ്ങോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങോട്ട് തന്നെയാണ് ഗൈസ്.
കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. എന്താണ് ആൾക്ക് പിൻ നമ്പറൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ആളെ തീർക്കും. എന്തായിരുന്നു? ഓ സോറി, പിൻ നമ്പർ 1413 പിൻ നമ്പർ. ഓക്കെ കയറിക്കോളൂ ഗൈസ്. അപ്പോൾ ആൾ ATM മെഷീനിൽ കയറിയിട്ടുണ്ട്. ഈ 1 മണിക്കൂർ കൊണ്ട് എത്ര എണ്ണം എങ്ങനെ ചിലവാക്കാന്നുള്ളതുണ്ടെങ്കിലും എന്തായാലും നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് 1 ലക്ഷം രൂപ മാത്രം നമുക്ക് വിഡ്രോളിൻ്റെ കണ്ടീഷൻസ് ഉള്ളൂ. അതായത് അപ്പോൾ ഗൈസ്, ഇപ്പോൾ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ എത്ര എണ്ണം എങ്ങനെയാണ് ചിലവാക്കാന്നുണ്ടെങ്കിലും നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസത്തിനുള്ളിൽ ആകെ ലിമിറ്റ് ഉള്ളത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ 1 ലക്ഷം രൂപ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം എത്ര രൂപ എടുത്ത് വരുന്നുള്ളത്. അപ്പോൾ ATM മെഷീന് വേണ്ടിയിട്ട് അടുത്ത ആൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താഴെയിട്ട് പിള്ളേരവിടെ ഊനാലൊക്കെ ആടി കളിക്കുന്നുണ്ട്. അപ്പുറത്ത് പോയിട്ട് 2 പിള്ളേർ വേറെ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ആയിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് അവർ വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ഇപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കടയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിലോട്ടോ ഒക്കെ പോകുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷെ ആൾ വളരെ കൂർമ്മശക്തിയോട് കൂടിയിട്ട് ആൾ നേരെ ATM മെഷീനിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമ്മൾ വളരെ കട്ട വെയിറ്റിങ്ങിലാണ്. ആളവിടെ ക്യാഷ് എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. എത്ര എടുക്കും, എങ്ങനെ എടുക്കും എന്നുള്ളതും എത്ര രൂപയായിട്ടായിരിക്കും പുറത്ത് വരാമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം ഗൈസ്. ഓക്കെ, പലമുറിയിലൊരു ചെറുമണി വനമേലും വിരിച്ച് കസുവതും വലിയ ചിത്രശലഭം. പലമുറിയിലൊരു ചെറുമണി വനമേലും വിരിച്ച് കസുവതും വലിയ ചിത്രശലഭം. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാമുണ്ണാൻ തേടുമ്പോൾ ഓടിപ്പാഞ്ഞെത്തും, വാവാവോ പാടുമ്പോൾ ചാഞ്ഞുറങ്ങും. മാറോട് ചേർത്തുന്ന കൊഞ്ചിച്ചൂടെ എല്ലാരും ചൊല്ലുന്ന പിന്നാറ്റ കാവല്ല ഗൈസ്. ചുമ്മാ മുകളിലാണ് എന്താണെന്നുള്ള കമൻറ്റായിട്ട് അറിയിക്കുക ഗൈസ്. ഇപ്പോൾ ടൈം നമുക്ക് 12:37 ആയിട്ടുണ്ട്. 33-നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ പേര്. ചിലപ്പോൾ നല്ല ഓക്കെ, നിലവിൽ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമയം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ധൃതിയൊന്നുമില്ല. എത്ര ടൈം എടുത്തിട്ടാണ് വരാമെന്നുള്ളത് അറിയില്ല, എത്ര രൂപ എടുത്തിട്ട് വരുന്നുള്ളതിൽ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഓക്കെ, അവിടെ പാർക്കിങ്ങിലായിട്ട് പിള്ളേർ ഒഴുകി കളിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. എന്തായാലും ഇത് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. കാരണം പർച്ചേസിന് വരുന്ന പിള്ളേർക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് അതായത് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഊനാലയും കാര്യങ്ങളും അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണുന്നുണ്ട്. അതിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന രക്ഷിതാക്കൾക്കായിക്കോട്ടെ, ഇപ്പോൾ മറ്റ് ഓക്കെ പ്രായമുള്ളവർക്കായിക്കോട്ടെ, ഇതിന് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ധൈര്യമായിട്ട് പർച്ചേസിങ്ങിന് പോകാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, ഇതാ ഫൈനലി നമ്മളെ ആൾ ഇറങ്ങി വന്നിട്ടുണ്ട്. സോറി, പേര് ചോദിക്കാൻ വിട്ടു. പേരെന്തായിരുന്നു? സേന. ഓക്കെ, എത്ര രൂപ എടുത്തിട്ടുണ്ട്? 1 ലക്ഷം രൂപ മൊത്തം എടുത്തല്ലേ? ഓക്കെ, ഹാപ്പിയാണോ എന്തായാലും? ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തത് കാരണം നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് കൈ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എവിടെ സ്ഥലം എവിടെയാണ്? അയങ്കല്ലോ. ഇത് എടപ്പാളാണല്ലോ, മലപ്പുറം. ഓക്കെ, വേറെ ആവശ്യത്തിന് വന്നാണല്ലേ? ഓക്കെ, ഇത് കിട്ടിയതിൽ സന്തോഷമാണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഗൈസ് ATM തരുമോ? ഇത് ക്യാഷ് കിട്ടിയതിൽ സന്തോഷമല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ് പരിപാടി? ഇപ്പോൾ നോമ്പും കാര്യങ്ങളും പെരുന്നാളൊക്കെ വരുന്നല്ലേ, പർച്ചേസിന് ഇറങ്ങണോ? ഓക്കെ, എന്തായാലും നടക്കട്ടെ. ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ ഫോളോവേഴ്സിനോട് എന്താ പറയാനുള്ളത് ഒന്നുകൂടി പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ ഞാൻ അടിപൊളി ചലഞ്ചുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.